ചെറുപയർ പരിപ്പ് കൊണ്ട് അടിപൊളി മിക്സർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്, പിന്നെ ഒരു അര ഗ്ലാസ്, 1.5 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് പൊതിർത്ത് വയ്ക്കണം. അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകുമ്പോൾ അതിലുള്ള ഡസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പോകും. ഇത് കഴുകിയതിന് ശേഷം വീണ്ടും ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് പൊതിർത്ത് വയ്ക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി നോക്കിയാൽ അത് വേഗം രണ്ടായിട്ട് പൊട്ടി വരും. ഒരു സമയത്ത് നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് പൊതിർന്ന് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു കോട്ടൺ തുണി എടുക്കുക. നമുക്ക് ഈ പരിപ്പ് ആ കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫാൻ ഇട്ടിട്ട് ഫാനിൻ്റെ കാറ്റിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കാൻ വേണ്ടി പാടില്ല. വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആയി പോവും. പിന്നെ ഇത് കടിച്ചാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും കേട്ടോ. കുറച്ച് ഒരു നനവൊക്കെ ഉണ്ടാവുന്ന ടൈപ്പിൽ നമുക്കിത് എടുക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ പരിപ്പ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ ഇത് എടുക്കുക. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ആ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോഴാണ് നമ്മൾ ഓയിലൊക്കെ ടിഷ്യൂ പേപ്പർ അതിൻ്റെ എണ്ണയൊക്കെ വലിച്ചെടുക്കും. ഇനി ഇതിൽ ആവശ്യമായ ഉപ്പ്, കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ പരിപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പരിപ്പിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സൂപ്പറായിട്ട് പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്ക് റെഡിയായി.